മറ്റേ തട്ടത്തി മറിയത്തിൻ്റെ മൂവിയിലടാ ആ ഷൂട്ട് ചെയ്ത പാലമാണ് അവിടെ തന്നെ ഇട്ടിട്ടു. ഇതാ നല്ലൊന്നാന്തരം ഡ്രീനേജ് ഒക്കെ അടിച്ച് തുരുമ്പെടുത്ത് നശിക്കും. എയറേഷർ വെച്ചിട്ടുണ്ട്. എയറേഷർ ഫോട്ടോ എടുത്തിരിക്കും. തന്ന ബില്ല് സർവീസിന് കൊണ്ടുവന്ന എസ്റ്റിമേറ്റാണ്. ടെസ്റ്റിമേറ്റ് ഇത്രയും സാധനങ്ങൾ 4200. തെറ്റ് ചായ പെണ്ണും വണ്ടിയും കഴിഞ്ഞ ഫ്രീക്ക് ഞാനുള്ള ബിസിനസ്സാണ് ചായ. ഇങ്ങനെ ഇവിടെ ബോറടിച്ചിരുന്നാൽ ഇങ്ങനെ കുറേ പേരെ കാണുന്നുണ്ട്. തല്ലുമാലൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാത്തവരാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൊണ്ടാവുന്ന അത്രയും കാലം എത്ര ചിലവാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നോക്കും. KTM എന്ന് പറയുന്നത് അത്രത്തോളം ഗ്രേറ്റ് ആയിരുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ഗൈസ്. ഉച്ചയ്ക്ക് കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻട്രോ എടുക്കാട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും ബ്രോ ഡ്യൂക്കി ബ്ലോഗ് കാർ എടുത്തതിന് ശേഷം ഡ്യൂക്കി ബേബീൻ്റെ അപ്ഡേറ്റ് ഇല്ല, ഡ്യൂക്കിനെ മിസ് ചെയ്യുന്നത്. ഈ നട്ടുച്ചയ്ക്ക് ഇന്നിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഡ്യൂക്കി ബേബീൻ്റെ ഇത് ചാവി എടുത്ത് ഡ്യൂക്കിനെ സർവീസിന് കൊണ്ട് ആണ് വണ്ടി. ഇപ്പം ഞാനത് യൂസ് ചെയ്യാറില്ല. ഫുൾ കാറിൻ്റെ പുറകെ പൈസയൊക്കെ മുടക്കി പിന്നെ മോഡിഫൈ ചെയ്യാൻ വലിയ അംബാനിയൊന്നും അല്ലാത്തതുകൊണ്ട്. സോ ഇന്ന് 13,000 കിലോമീറ്റർ ഡ്യൂക്കിക്ക് സർവീസ് ചെയ്യണം. 13,500 വണ്ടി ഫുൾ ഒച്ചയും ബഹളോ സീനൊക്കെയാണ്. നേരെ മക്കളെ ഇന്ന് നമ്മൾ ഡ്യൂക്കി എടുത്തിട്ട് പോവാണ് നട്ടുവച്ചക്ക് തലശ്ശേരി KTM ഷോറൂമിൽ. സോ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും കാണിച്ചു തരാം. സോ എല്ലാവരും പറ്റുന്നവരെ ഫുള്ളായിട്ട് കാണാം. ഇപ്പോൾ തന്നെ ലൈക്ക് പിടിച്ചേക്കാം, സബ്സ്ക്രൈബും ചെയ്തേക്കാം. നമ്മുടെ കാർ കൂട്ടൻ്റെ കാര്യം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കാണണമെങ്കിൽ ചാനൽ കയറി ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മൊമോ എല്ലാം വെച്ച് കാർ പവറേഷാണ്. ഇതിനെ കൊണ്ടുപോയി നമ്മുടെ ഡ്യൂക്കി ബേബീനെ സെറ്റാക്കാം. എന്തൊക്കെ വണ്ടി വന്നാലും പോയാൽ ഡ്യൂക്കി കഴിഞ്ഞേ ഉള്ളു. സോ നമുക്ക് പോവാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടാ. കുട്ടപ്പം പൊടിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിപ്പുണ്ട്. ടയർ മാറ്റണം. ഇത് ബല്ലേ ബേബി ഡ്യൂക്കി ഇതാ ആകെ അലമ്പായിട്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ K-Weightൻ്റെ 12,000 രൂപേൻ്റെ ഹെൽമെറ്റ് കൊടുത്തിട്ടാണ് പോകുന്നത്. അധികം ഉപയോഗിക്കായിട്ട് പൊടി പിടിച്ച് കണ്ട ഡ്യൂക്കിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഫുള്ള് പൊടി ബഹളം. എൻജിൻ ഓയിലൊന്നും കാണുന്നു പോലും ഇല്ല. ഇനിയിപ്പോൾ എൻജിൻ പണി കിട്ടിയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കിട്ടൂല, അതെന്നെ ഡ്യൂക്കി ചതിക്കില്ല. ചങ്ങായി എന്നെ കാത്തിരിക്കുന്നുണ്ട്. അവനെയും കൂട്ടി പിക്ക് ചെയ്ത് പോവാം. ഹെൽമെറ്റ് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടുകാരെ മാഹിന്ന് കുറച്ച് എണ്ണ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് എണ്ണയുണ്ട്. എവിടെ 13,500 ഫുൾ പൊടിയാണ്. അപ്പം നമ്മൾ ഈ സൈഡ് തെറിക്കാം ഗൈസ്. അങ്ങനെ നമ്മളിതാ ഇവനെയും കൂട്ടി നേരെ നമ്മുടെ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ കൂടെ പഠിച്ചാണ്. അപ്പം ഇനി ഇവനും നമുക്ക് തലശ്ശേരി ട്രിപ്പ് ആക്കാം, സർവീസ് ആക്കാം, പവറാക്കാം. വരുന്ന മോനെ സ്ഥലമുണ്ട്. അവർ 2 മണിക്കെന്തോ 1 മണിക്ക് 1:30 ഫുഡ് കഴിക്കാൻ പോകും. ഇന്നലെ 2 മണിക്ക് എത്തിയിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം എത്രയാടാ? 12:50. അപ്പം ഇനിയും മെല്ലെ 1 മണിക്കൂറിലേക്ക് എത്തിയാൽ മതി. 2 മണിക്ക് തുടങ്ങും. അപ്പോൾ അവിടെ എത്തിക്കാം. നല്ല എയർ സീനുണ്ട് കേട്ടോ. അപ്പം നൈസ്ലി നമുക്കൊന്ന് എയർ അടിച്ച് പവറാക്കാൻ പറ്റും. എന്താ പറയണ്ട, കാരണം ഉപയോഗിക്കാത്തതുകൊണ്ട് വണ്ടിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. പറത്തി അത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. 2 നല്ല എയർ കുറവുണ്ട്. എയർ അടിച്ച് പവറാം. എന്തൊരവസ്ഥയാണ് പറ. വണ്ടിയിൽ കാറ്റ് കയറായിട്ട് പോസ്റ്റ് ആയിട്ടിരിക്കും ബോഡി ഏട്ടാ പവറായി. പക്ഷെ ബാക്കിൽ കാറ്റടിക്കാൻ പറ്റിയില്ല. അതാണ് കോമഡി. ഇനി എന്താക്കും? ഇവനാണെങ്കിൽ പന്നിയൊക്കെ തിന്നിട്ട് വേണ്ടി ഒടുക്കത്തെ കാലം. ഇനിയിപ്പോൾ എങ്ങനെയും കൊണ്ടുപോകണം. അങ്ങനെ നമ്മളിവിടെ എത്തിയേട്ടാ. ഇവിടെയാണെങ്കിൽ ആ ട്രെയിന് വരുന്നതിൻ്റെ പാലം പൊക്കിയോണ്ട് ഒരുമാതിരി ഓട്ട മത്സരത്തിന് പോകുന്ന പോലെയാണ്. അയ്യോ ഏതാടാ ചെറു. പിന്നെ വണ്ടിക്കാൻ എയർ എല്ലാം കുറവാണ്. ഫുള്ള് ഡാർക്കേശ്വരമാണ്. പിന്നെ ഓയിലില്ലാത്തതുകൊണ്ട് ഓടിക്കാൻ പറ്റുന്നില്ല, സ്മൂത്ത് ഇല്ല, എന്നാ പറയാ, ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിമേ എനിക്കറിയില്ല ഇന്ന് എത്ര രൂപേൻ്റെ സർവീസ് ആവും. എന്തായാലും കീശ കീറുമെന്ന് ഉറപ്പാണ്. KTM ഈ വളവ് കഴിഞ്ഞാൽ എന്താ പറയുക, സേഫായിട്ട് നമ്മുടെ KTMൻ്റെ ഷോറൂം എത്തും. ഷോറൂം എത്തിയിട്ട് കാണിച്ചു തരാം. സർവീസിൻ്റെ കേട്ടു. വണ്ടി ചെക്കിങ് ആട്ടാ. ബ്രേക്ക് ലൈറ്റ് ചെയ്ത് ബ്രേക്ക് പാഡൊന്നുമില്ല. കുറേ ഫണ്ട് കൊട്ടു. അതും ഇതൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വണ്ടീൻ്റെ ഹെൽത്ത് ചെക്കിങ് ആണ്. എന്തെല്ലോ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് അതിന് അവിടെ നിന്ന് അങ്ങനെ വീഡിയോ അവരുടെ പ്രൈവസി കയറി എടുക്കാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഫുള്ള് കാണിക്കാതെ. വലിയൊരു ബില്ലിങ്ങോട്ട് തന്ന് 14,000 റുപ്യ. ഇപ്പം പറയാൻ എസ്റ്റിമേറ്റ് ഒരു 4,000 ആയിട്ടെ. എത്ര വേണേലും ആവും. എൻ്റെ മുഖത്തോട്ട് നോക്കട്ടെ. ഇതാണ് ഞാൻ ഈ വണ്ടി ഇപ്പോൾ എടുക്കാത്തതും സീനാക്കാത്തതൊക്കെ.
ഒരു ബില്ലടിച്ചിരുന്നു. പെയ്ഡ് ഓയിൽ ഫിൽറ്റർ, വെള്ളം, പാല്, മാങ്ങാത്ത ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ അവനൊരു 4000-5000 ഇതാ കിട്ടി. ഒരു ബില്ല് കിട്ടി. ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് വരാനാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വിളിക്കും, വേറെ എന്തെങ്കിലും മാറ്റണമെങ്കിൽ വിളിക്കാമെന്ന്. ഏത് നിമിഷം വേണമെങ്കിലും ഇനി അടുത്ത പൈസ എടുത്ത് നോക്കണം. നമുക്ക് മണ്ടേ പോയിട്ട് നമ്മുടെ KTM വണ്ടികൾ കാണിച്ചു തരാം. KTM ഈ ബ്രാൻഡ് മുടിപ്പിക്കും കേട്ടോ. ഇത്രയും സാധനങ്ങൾ 4200. ഇനി ഏത് നിമിഷം വേണമെങ്കിൽ പൈസ കൂടാ. KTM മണ്ടയിലെത്തിയപ്പോൾ കുറേ വണ്ടികൾ ഇതാണ്. മപ്പ് വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടികൾ ഇതാണ്. ഏത് വേണമെങ്കിൽ വന്നെടുത്തോ, പവറാക്കുക, എണ്ണ അടിക്കുക, സർവീസ് കോസ്റ്റ് അടിക്കുക, മുടിയ. RC ആന വണ്ടി പോലെ ഉണ്ട്. ആന വണ്ടി എൻ്റെ മോനെ. ഇതുപോലെ ഈ ലുക്ക് കണ്ട് ഒരു വട്ടം വീണ് പോയതാ. പിന്നെ ലോൺ എടുക്കേണ്ട അവസ്ഥ. ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് ടെസ്റ്റ് ഡ്രൈവിന് പോട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പോസ്റ്റ് ആവും. അവരോട് പറയാം. വണ്ടിക്കൂട്ടൻ ഇതാ ഏറേഷാക്കി വെച്ചിട്ടുണ്ട്. ഇനി റോഡ് സ്കൂരാണ്, ദൂരാൻ ഭയങ്കര പാടാണ്. പിന്നെ ഓയിൽ മാറ്റുന്നുണ്ട്. അന്നേ അപ്പോൾ എന്തായാലും നമുക്ക് ആ സമയത്ത് ടെസ്റ്റ് ഡ്രൈവ് പോലെ ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കടൽപ്പാലത്ത് പോയി വേറൊരു വണ്ടി വന്നു കേട്ടോ. ഇതെന്താ കോലം നോക്കണേ, അടിച്ച് മറിഞ്ഞ്. എന്തായാലും സീനില്ല, ബോറടിക്കുന്നതിന് വരെ നമുക്ക് പോകാമല്ലോ. അയ്യോ, ഇത് ടെസ്റ്റ് ഡ്രൈവിന് മാത്രം കൊടുത്തതാ. 2000-ന് മുകളിൽ ഓടി. ടെസ്റ്റ് ഡ്രൈവ് മാത്രം ഒന്ന് വൃത്തിയാക്കി വെച്ചാലല്ലേ എല്ലാവരും ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് വരൂ. ഇനിയുള്ളത് ഈ അഡ്വഞ്ചർ ആട്ടാ. ടയറും ഇല്ല, ഒന്നുമില്ല. ടെസ്റ്റ് ഡ്രൈവ് മാത്രം 10-20,000 ഓടിയ വണ്ടിയാണ്. ഇതിൽ പോയാൽ ചിലപ്പോൾ നമ്മളെ ലോറി പെറുക്കേണ്ടി വരുവാടാ. അതിൽ നല്ല മറ്റേത് തന്നെ. അപ്പോൾ അതെടുത്ത് നമുക്ക് ചില്ലാക്കാം. നമുക്ക് 2 മണിക്കൂർ ഇനി സമയമുണ്ടല്ലോ. എക്സൈഡ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് അടിച്ച വണ്ടി, അടിക്കാത്ത വണ്ടിയും, പൈസ കിട്ടാത്ത വണ്ടി, അങ്ങനത്തെ കുറേ വണ്ടികളുണ്ട്. KTMൻ്റെ എല്ലാവരും വണ്ടി അവിടെ തന്നെ ഇട്ടിട്ടു. ഇതാ നല്ലൊന്നാന്തരം 390 ഒക്കെ അടിച്ച് തുരുമ്പെടുത്ത് നശിക്കുന്നു. എന്തോ പറയാൻ, ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കയ്യിൽ നിൽക്കുന്ന പൈസ അല്ലല്ലോ. അങ്ങനെ നമ്മൾ എന്താക്കി, മറ്റേ അവരുടെ ടെസ്റ്റ് ഡ്രൈവ് എന്ന ഡ്യൂക്ക് എടുത്തിട്ട് കടൽപ്പാലം വന്നു. ഇവിടെ ഈ വണ്ടീൻ്റെ യൂസ്ഡ് ഐറ്റംസ് ഒക്കെ മേടിക്കും. അപ്പോൾ കൂടുതലുള്ള ചെക്കൻ എന്തെല്ലോ നോക്കുന്നുണ്ട്. വണ്ടി എവിടെയോ കൊണ്ട് കുത്തിയിട്ട് ബാക്കിലെ സാധനം എല്ലാം പോയി കിട്ടാനില്ല. എന്തായാലും നമ്മുടെ ഡ്യൂക്കി അവിടെ ഇരിപ്പുണ്ട്. ടെസ്റ്റ് ഡ്രൈവിനാണ്. വന്നിട്ട് നമുക്കൊരു ചായ അടിക്കാന്ന് വെച്ചിട്ടോ. എന്തൊക്കെ പറയാനും KTMൻ്റെ എന്താ പറയാനുള്ളത്, കസ്റ്റമർ സപ്പോർട്ട് എനിക്ക് എന്താ പറയാനുള്ളത്, അടിപൊളിയാട്ടോ. അവർ എന്തൊക്കെയാന്ന് പറഞ്ഞാലും കുറേ പൈസ ഇറക്കും എന്ന് പറഞ്ഞാലും അത് അവരുടെ അല്ല, കമ്പനി എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ്. ബട്ട് അവരുടെ കസ്റ്റമർ സപ്പോർട്ട്, കസ്റ്റമർ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത്രയും പൈസ പൊട്ടുമെങ്കിൽ എൻ്റെ മുഖത്ത് പ്രകാശം കണ്ടോ, കാരണം അവരുടെ ഒരു സംസാരമാണ്. എത്രയാടാ ബില്ലടിച്ച് തന്നേ മമ്പറത്ത് തങ്ങളെ. എന്നാലും അവരെന്നെ പറഞ്ഞ്, ഞാനും അവരെ പറഞ്ഞു വീഴ്ത്തി, അവരെന്നെയും പറഞ്ഞു വീഴ്ത്തി. പിന്നെ അവരൊരു അതാ ഡ്യൂക്കി ടെസ്റ്റ് ഡ്രൈവിന് തന്നിട്ടുണ്ട്. വണ്ടി ഇറങ്ങുന്നവരെ ഇത് ഓടിച്ച് കളിച്ചോന്ന് പറഞ്ഞു. പക്ഷെ എണ്ണയില്ല. പൈസ വേണം, പൈസ. ഞാൻ പോയി പൈസ ഉണ്ടാക്കട്ടെ. നമ്മുടെ തലശ്ശേരി കടൽപ്പാലത്തുള്ള തീ വരുന്ന ഫുഡുകൾ അമ്പോ സ്കാൻ ചെയ്തോ പേ ചെയ്തോ മേടിച്ചോ. ഇങ്ങനത്തെ സ്പോട്ട് വന്നിട്ട് കിഡിലൻ ചായയും കിഡിലൻ സാധനവും. അയ്യോ, ഇത് തിന്നുമ്പോഴത്തേക്കും പല്ലണം. കഴിച്ചപ്പോൾ ചായ ഒരു രക്ഷയില്ല കേട്ടോ. സെറ്റ് ചായ. പെണ്ണും വണ്ടിയും കഴിഞ്ഞാൽ ഫ്രീക്കിന് ആകെയുള്ള വീക്ക്നെസ് ആണ് ചായ. നമ്മളെപ്പോൾ തലശ്ശേരി വന്ന് കഴിഞ്ഞാലും നമ്മൾ വരുന്ന സ്ഥലമാണ് ഇതാ കടൽപ്പാലം. എന്താണ് നല്ല കിടിലം കിടുക്കാച്ച് ക്ലൈമറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ലവേഴ്സിന്, കളവന്മാർ എല്ലാവർക്കും ഉള്ള വൈബ്. നമ്മുടെ തലശ്ശേരി കണ്ണൂരിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽപ്പാലാണ്. നമ്മുടെ കൂടെയുള്ള ചെക്കൻ ആദ്യമായിട്ടാണ് വരുന്നത്, അവനെ കാണിക്കാൻ പറ്റി. പിന്നെ ഇവിടെ ഫോട്ടോ ലൊക്കേഷനാണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവിന് കിട്ടിയ വണ്ടിയാണ്. വണ്ടിക്ക് 3 കിലോമീറ്റർ ടോട്ടൽ ഓടാൻ പറ്റി. ഇപ്പോൾ തന്നെ 6 കിലോമീറ്റർ ഓടി. 7 നിമിഷം വേണമെങ്കിൽ വണ്ടി ഓഫായി വഴിയിലാവുന്നതാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്താണ്, എങ്ങനെയാണ്, എന്താണ് സംഭവിക്കുന്നത്? അതെയോ? സോ എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ വണ്ടി ഇറങ്ങി ഏകദേശം 3-3:30, 4:30 ആവും. അപ്പോൾ അതുവരെ നമുക്ക് അവരുടെ വണ്ടി ഓടിച്ച് കളിക്കാം. വൈബേ അവിടെ ഉണ്ടല്ലോ നമ്മുടെ മറ്റേ തട്ടത്തിൽ മറിയത്തിൻ്റെ മൂവിയിലടാ, ആ ഷൂട്ട് ചെയ്ത പാലമാണ് അത് അവിടെയുള്ളത്. അത് കണ്ട, അത് പക്ഷെ ബ്ലോക്കാക്കി വെച്ചേക്കാം, അവിടെ ഇറങ്ങാൻ പറ്റൂലാത്തതുകൊണ്ട്. സോ ഇപ്പൊ ക്ലച്ച് അടിച്ച് കൊണ്ടു വീഡിയോ വരുന്നില്ലേ. നമ്മുടെ പണ്ട് മുതൽ ഗെയിമിംഗ് ചാനൽ കാണുന്ന സബ്സ്ക്രൈബറാണെന്നാണ് വന്നേട്ടാ. അപ്പോൾ KTMൻ്റെ 5000 രൂപേൻ്റെ ബില്ല് കിട്ടിയപ്പോൾ കടൽ നോക്കി ഇങ്ങനെ സെൻഡ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ വന്നേട്ടാ. നമ്മുടെ പിണറായി എന്നുള്ള സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരാണ് അല്ലേ. പിന്നെ എങ്ങനെ ഇവിടെ ബോറടിച്ചിരുന്നാൽ ഇങ്ങനെ കുറേ പേരെ കാണുന്നുണ്ട്. നമ്മുടെ തല്ലുമാല ലൊക്കേഷൻ നേരെ അതിൻ്റെ ക്ലബ് 46. അപ്പോൾ
വണ്ടി ഓടിക്കാൻ അറിയാത്തവനാണേ നിർത്തണേ കത്തോണേ. ഇനി നമുക്ക് നേരെ പോയി നമ്മുടെ ഡ്യൂക്ക് മേടിക്കാണേ. ക്ലബ് 46 തല്ലിമല ലൊക്കേഷൻ അറിയാലോ. ക്ലബ് 46 തലശ്ശേരി റൈഡേഴ്സിൻ്റെ റൈഡേഴ്സിൻ്റെ സ്ഥലവും ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ്. പിന്നെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് ഇട്ട വണ്ടീൻ്റെ ഒരു ഫോട്ടോ എടുക്കണം ആദ്യം. എൻ്റെ ഓരോരോ ആഗ്രഹങ്ങളെ ആദ്യമായിട്ട് തലശ്ശേരി കണ്ടതിൻ്റെ അവസ്ഥയായി. തലശ്ശേരി കണ്ടപ്പോൾ ഇതേ കണ്ടോ ഇതാ നമ്മുടെ ബേബി. മോനെ പണി കഴിഞ്ഞ് മക്കളെ പണി കഴിഞ്ഞ് അങ്ങനെ കറക്കം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ മുത്തുമണി കുട്ടപ്പത്തിയായി ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. എൻ്റെ മോനെ വാശ് ചെയ്ത് കേട്ടാ വാശ് ചെയ്ത്. അപ്പോൾ ഗൈസ് അങ്ങനെ എന്തായാലും നമ്മുടെ ബേബിക്കുട്ടൻ റെഡിയായി. താക്കോൽ എടുത്ത് വെച്ചിട്ടാണ് കേട്ടാ. പൈസ കൊടുത്താലേ താക്കോൽ തരുന്നു. കാരണം അത്രയും വലിയ ബില്ല് അടിച്ചു വെച്ചേക്കുന്നത്. പിന്നെ ടെയിൽ ലാമ്പിന് എന്തോ കംപ്ലൈൻറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു, അത് ശരിയാക്കി തോന്നുന്നു. പിന്നെ ജസ്റ്റ് മെയിൻ ഹൈലൈറ്റ് ചെയിൽ നല്ല കിടില ലൂബ് അടിച്ച് വെച്ചിട്ടുണ്ട്. വാവ്. ഇനി സൗണ്ടും പ്രശ്നങ്ങളൊക്കെ കുറേ. ഇനി കുറച്ച് നമുക്ക് ബ്രോഡ് സ്കൂരി കളയണം കേട്ടോ. ഹാഫ് ഡിസ്ക് വീട്ടിലുണ്ട്, അത് ഇടണം. പിന്നെ എന്നാ പറയുക, ഇനി പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്നും കൂടെ വാഷ് ചെയ്താൽ ബേബി ഈസ് ബാക്ക്. അപ്പോൾ മക്കളെ ബേബി പവറായി. പക്ഷേ ഇതിനിപ്പോൾ എൻ്റെ ബേബി ആണെങ്കിൽ 5000 രൂപ എടുത്ത് കൊടുക്കണം. ബ്രേക്കൊക്കെ പുതിയ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, മൺകാടില്ല, മെറില്ല. അത്യാവശ്യം മെറ് മാത്രമേ എടുത്ത് പറയാനുള്ളൂ. പിടിച്ചിട്ടുണ്ടെങ്കിൽ തേഞ്ഞു. പിന്നെ വണ്ടി അധികം പുറത്തെടുക്കാത്ത കൊണ്ടാണ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. KTM ഏറ്റവും കൂടുതൽ യൂസ്ഡ് OLX ഏറ്റവും കൂടുതൽ നോക്കി കഴിഞ്ഞാൽ KTM വണ്ടികളാണ് ഉണ്ടാവുക. സെയിലാക്കെ എക്സ്പെൻസീവ് സർവീസ് കോസ്റ്റ്. ഏറ്റവും കൂടുതൽ യൂസ്ഡ് വണ്ടികൾ ഫേസ്ബുക്കിലും OLX KTM ചറപറ ഉണ്ടാവും. കാരണം എല്ലാവരും 10-30,000 രൂപ പെയിൻറ്റിങ് പഠിക്കൊക്കെ പോയിട്ട് ഡൗൺ പേയ്മെൻറ്റിന് വണ്ടി എടുക്കും. പിന്നെ മാസം എണ്ണ അടിക്കണം. എത്ര രൂപയ്ക്ക് എണ്ണ അടിക്കണം. പിന്നെ ഓരോ സർവീസ് എത്രയാ. പക്ഷെ എനിക്ക് അതാ പറയുന്നത്, ജസ്റ്റ് ഒരു സർവീസിന് വിട്ടത് 5000 രൂപ. ഒരു 1.5 മണിക്കൂർ സർവീസിന് വിട്ടത് 5000 രൂപ. പിന്നെ എനിക്ക് ചൈൽഡ്ഹുഡ് ക്രഷാണിത്. അപ്പോൾ പിന്നെ ക്രഷിന് നമുക്ക് എന്തൊക്കെ മോശമുണ്ട് കുറ്റമുണ്ട് ചിലവാന്നല്ല നമ്മൾ ഒഴിവാക്കൂലല്ലോ. അങ്ങനെ റെയറായിട്ടുള്ളവർക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. ഒരു സാധാരണക്കാർക്ക് ഇതിനെ പോറ്റി ജീവിക്കാന്ന് പറയുന്നത് നോട്ട് പോസിബിൾ ബ്രോ. അയ്യോ ഇത് കണ്ടോ, പണയം വെക്കേണ്ട അവസ്ഥയായി ഈ KTM എന്നുള്ള ഒറ്റ ബ്രാൻഡ്. എങ്ങനെയുണ്ട് മോനെ? പവറുമാണ്, പൈസ പൊട്ടാനും പവറാണ്. അങ്ങനെ പേയ്മെന്റ് ഒക്കെ ചെയ്ത് ബേബി കൂട്ടിനെ ഇറക്കി. വാവ്, ഓയിലൊന്നും ഒട്ടുമില്ലായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ കിടക്കാഴ്ചയായിട്ട് ബ്ലഡ് ഓയിൽ കാണുന്നുണ്ട്. സോ ഇനി നേരെ ലൈറ്റ് ആകുന്നതിന് മുമ്പ് വീട്ടിലോട്ട് തെറിക്കണം. എൻ്റെ സെസ്കി ബേബിൻ്റെ ബോട്ടി എങ്ങനെയുണ്ട്? സോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയായാലും ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഡ്യൂക്കി വ്ളോഗ്. ഒരുപാട് പേര് ഡ്യൂക്കി വ്ളോഗ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. നല്ലൊരു എമൗണ്ട് പൊട്ടി. പക്ഷെ എന്നാലും ഇത്രയും ദിവസം എനിക്ക് ടോപ്പ് എൻഡ് കയറ്റാനും പറപ്പിച്ചു പോലും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അത്രയും ഓയിൽ നക്കി പഠിക്കുന്ന പോലെ തീർന്ന്. പിന്നെ ഒരുപാട് എക്സ്പെൻസാണ്. പിന്നെ എനിക്ക് ടൈമും കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ദിവസം വരാത്തത്. ഇന്ന് വന്ന് വണ്ടി പക്ക കണ്ടീഷനാക്കി. ഇനി പറക്കും, ഇനി പിടിച്ചാൽ കിട്ടൂല. ബട്ട് എന്നാൽ ഇപ്പം അങ്ങനെ പറപ്പിക്കലെല്ലാം കുറച്ച് അതൊരു ടൈമിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ കാറും കൂടി ആയതുകൊണ്ട് ഇനി നമ്മുടെ കുട്ടപ്പനെ ഉപയോഗിക്കാണ്ടോ കുറച്ചെടുത്ത് വെച്ചാലും കുഴപ്പമില്ല. കാരണം സർവീസൊക്കെ ചെയ്ത് തക്കാളി കുട്ടപ്പനാക്കി ഞങ്ങൾക്ക് ജെറ്റ് പോലെ വേണം. അപ്പം എന്തായാലും കൂടുതൽ വീഡിയോസും ഇതിൻ്റെ റൊമാൻറ്റിക് ഷോർട്ട്സൊക്കെ നമ്മുടെ ഫ്രിക്കിൻ്റെ ഇൻസ്റ്റാ പേജ് വരെയും കമൻറ്റ് ഡിസ്ക്രിപ്ഷനിലും വെച്ചേക്ക്. എല്ലാവരും പോയിട്ട് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് വെച്ചേക്കാം. സോ ഇനി നേരെ വീട്ടിൽ പോട്ടെ. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി ഏതാണെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് KTM ഫാൻസൊക്കെ എന്തായാലും കമൻറ്റ് കേട്ടോ. KTM ഉയരിടാം. എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൊണ്ടാവുന്ന അത്രയും കാലം എത്ര ചിലവാണെങ്കിലും ഞാൻ എൻ്റെ ഡ്യൂക്ക് ബേബിനെ നോക്കും. കാരണം KTM എന്ന് പറയുന്നത് അത്രത്തോളം ക്രേസ് ആയിരുന്നു. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കിടന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.